കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-ന്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് 324 മുതൽ 329 വരെ. ഇതിലെ അംഗങ്ങളാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും കൂടാതെ 2 ഇലക്ഷൻ കമ്മീഷണർമാരും. ടോട്ടൽ 3 അംഗങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളത്. ഇവരുടെ നിയമനം, നീക്കം, രാജി എന്നിവയെല്ലാം രാഷ്ട്രപതിയുടെ നിയന്ത്രണത്തിലായിരിക്കും. ഇവരുടെ കാലാവധി 6 വർഷം അഥവാ 65 വയസ്സാണ്. ഏതാണോ ആദ്യം പൂർത്തിയാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാലാവധി നിർണ്ണയിക്കുക. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ നിർവചൻ സദനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിതയാണ് VS രമാദേവി. ഏറ്റവും കുറച്ചുകാലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നത് VS രമാദേവിയാണ്. നിലവിലെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. 25ാമത്തെ വ്യക്തിയാണ് രാജീവ് കുമാർ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 326. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. 1989-ലെ 61-ാം ഭേദഗതി പ്രകാരം വോട്ട് ചെയ്യാനുള്ള പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. നിലവിൽ ഇന്ത്യയിൽ എത്ര നാഷണൽ പാർട്ടികൾ ഉണ്ടെന്ന ചോദ്യത്തിനുത്തരം 6.